ഹലോ ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു കോട്ടേജിലോട്ട് പോവുകയാണ്. ഒരു 3 ദിവസത്തേക്ക്. സൺഡേ തിരിച്ചു വരും. മുസ്കോക്കയിലാണ് പോകുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീട് പോലെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ലേക്ക് സൈഡിലാണ് പോകുന്നത്. അപ്പോൾ ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടി. അങ്ങനെ രാവിലെ പോകാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഓരോന്ന് എടുക്കുകയാണ്. എന്താണെന്നറിയാമോ? ഇത് പൊതിച്ചോറാണ് കേട്ടോ. അപ്പം ചോറ് വിട്ടുള്ള ഒരു കളിയില്ല. അപ്പോൾ തലേന്ന് തന്നെ പൊതിച്ചോറുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എടുക്കുന്നത്. അത് ഒന്നും രണ്ടും പൊതിച്ചോറൊന്നുമല്ല, ഒരു 10-12 പൊതിച്ചോറുണ്ട്. കാരണം 3 ദിവസത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിലോ എന്നൊക്കെ വിചാരിച്ചെടുത്തതാണ്. പിന്നെ കുറേ ചമ്മന്തിയും പിന്നെ ക്യാബേജ് തോരൻ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിക്കിള് അതൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ. പിന്നെ നമ്മൾ മലയാളികൾ എവിടെ പോയാലും ചോറ് വിട്ടുള്ള ഒരു കളിയില്ലല്ലോ. അപ്പോൾ 3 ദിവസം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചോറ് പാക്ക് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ ഇത് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുട്ടികൾക്ക് ലേക്കിൽ കുളിക്കാനുള്ള സാധനങ്ങൾ, ട്യൂബ് അങ്ങനെയൊക്കെ എല്ലാം എടുത്തു. അപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ വന്നു. അപ്പോൾ ബ്രദറിൻ്റെ വാനിലാണ് പോകുന്നത്. അത് ബ്രദറിൻ്റെ സാധനങ്ങളുണ്ട്, പിന്നെ എൻ്റെ സിസ്റ്ററും എൻ്റെ സാധനങ്ങളുണ്ട്, പിന്നെ ഞങ്ങളുടെ സാധനങ്ങൾ. ഇത് 3 ഫാമിലിയുടെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കയറ്റുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ സാധനങ്ങൾ അതിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവരുടെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ. പിന്നെ അവർക്ക് കുളിക്കാനുള്ള പിന്നെ കുറേ പിന്നെ നൂഡിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലേക്കിൽ ഇറങ്ങാനുള്ളതൊക്കെ അവരെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ ബാക്കി ഫുഡ് ഐറ്റംസ് എല്ലാം ഞങ്ങളാണ് കൊണ്ടുപോകണം. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ. പക്ഷേ സ്ഥലം ഇല്ലായിരുന്നു, വളരെ കഷ്ടപ്പെട്ടാണ് എല്ലാം വെച്ചത്. അങ്ങനെ ഞങ്ങൾ ഇപ്പം ഏതാണ്ട് ഒരു 2 hours എടുത്തു. അപ്പോൾ അതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ചാലറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, കോട്ടേജ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ ഒരു 6-7 ഇതേ കണക്കുള്ള കോട്ടേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കോട്ടേജിലും ആൾക്കാരുണ്ടായിരുന്നു. കാരണം സമ്മറാണല്ലോ, സമ്മർ ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവരും കോട്ടേജിൽ പോകും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ലേക്ക് വരുന്നത് കേട്ടോ, ഈ കോട്ടേജിൻ്റെ ബാക്കിൽ. അപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ട് ഇതേപോലെ. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ അകത്ത് കുറേ കാണും, ഇങ്ങനെ കുറേ കോട്ടേജും പിന്നെ നമുക്കായിട്ടുള്ളത് ഉണ്ട്. ആ കാണുന്ന ലേക്കാണ് കേട്ടോ ഈ 2 കോട്ടേജിൻ്റെ ഇടയിൽ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ കുട്ടികൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് അവരെല്ലാം ലേക്കിൽ പിന്നെ സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ സാധനങ്ങളെല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് അവർ ഇറങ്ങാമെന്ന് പറഞ്ഞു. അതേ കണക്ക് തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഓറിയോ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അവനെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ലല്ലോ 3 ദിവസം. അപ്പോൾ അവനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് സ്റ്റെയർ കേസ് കയറി മുകളിൽ 2 റൂമും താഴെ ബേസ്മെൻറ്റിൽ 1 റൂം, അങ്ങനെ മൊത്തം 3 റൂമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി, എൻ്റെ സിസ്റ്ററും ബ്രദറും ഞങ്ങളും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ജൂൺ എൻഡിലാണ് നമ്മൾ പോയത് കേട്ടോ. ഇതിപ്പം ഒരുപാടായി, ഏതാണ്ട് ഒരു 3 ആഴ്ച കൂടുതലായി. ചില കാരണങ്ങളാൽ ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകി കേട്ടോ. ഞാൻ പതുക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയും വെച്ചിരുന്നാൽ അത് എൻ്റെ ഫോണിൽ ഒന്നാമത് സ്റ്റോറേജും കുറവായതുകൊണ്ട് ഞാനങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സൗകര്യം. അപ്പോൾ നമുക്ക് ബാർബിക്യൂ മെഷീനുണ്ട്, ബാൽക്കണിയിൽ ഇതേപോലെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഇതിൽ ചൂടുവെള്ളമാണ് കേട്ടോ. പിന്നെ ജക്കൂസിയും കൂടിയാണ്. നല്ല വെള്ളം ഇതേപോലെ വരുന്നുണ്ട്, ഹോട്ട് വാട്ടറും എല്ലാം ആയിട്ട്. അപ്പോൾ നമ്മുടെ ഓറിയ ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം നോക്കിയ കേട്ടോ അവനും. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന ചോറ് ഞങ്ങൾ വന്ന ഉടനെ തന്നെ പൊതിച്ചോറ് എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇത് വാഷ്റൂമാണ്. ബാത്റൂം കുറച്ച് ഇങ്ങനെ വലുതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാൾ വെള്ളത്തിൽ ചാടി. അപ്പോൾ കുട്ടികളെല്ലാം സ്വിമ്മിങ്ങിനായിട്ട് ലേക്കിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് വേറെ ആരും വരില്ല. ഇതിൻ്റെ അകത്തുള്ള ഈ കോട്ടേജിലുള്ള ആൾക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ്, അവർക്ക് വേണ്ടി മാത്രമുള്ള ലേക്കാണ്. ഈ ലേക്ക് സൈഡ് നമുക്ക് മാത്രമാണ് കേട്ടോ. ഇതേപോലെ എല്ലാവർക്കും ഉണ്ട്, അവരവരുടെ സൈഡിലുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ പിന്നെ കയറി വന്നു അവർക്ക് കഴിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ വൈകിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ എല്ലാവരും കൂടെ വന്ന് ഇവിടെ സ്വിമ്മിംഗ് പൂള്, ഇത് ബാൽക്കണിയിലുള്ളതാണ് കേട്ടോ. ഇവിടെ ചൂടുവെള്ളത്തിൽ വന്ന് കുറേ നേരം ഇങ്ങനെ കിടക്കുകയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞു എല്ലാം ആയപ്പോഴത്തേക്കും നേരം വൈകിട്ടൊക്കെ ആയി. അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലത്തെ അതാണ് ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ രാവിലെ ചായയുടെയാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങളുണ്ട്, അടുപ്പുണ്ട്, നമ്മൾ എല്ലാം കൊണ്ടുവന്ന് ഫ്രൂട്ട്സ്, പിന്നെ കുക്ക് ചെയ്യാനുള്ള എല്ലാം, പിന്നെ ബർഗർ ഉണ്ടാക്കാനുള്ള പിക്കിള്, അങ്ങനെ എല്ലാം, ബന്ന്, അങ്ങനെയുള്ള എല്ലാം കൊണ്ടുവന്ന്, പിന്നെ കോഫി മെഷീൻ, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്, സിസ്റ്റർ കൊണ്ടുവന്നതാണ് ഇഡ്ഡലി സാമ്പാറും, പിന്നെ എൻ്റെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശാലമായിട്ട് എല്ലാവരും ചമ്മന്തിയും സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ കുട്ടികളൊക്കെ ഓരോന്നായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ടോസ്റ്റ് ഉണ്ടാക്കി, പിന്നെ സ്ക്രാമ്പിൾ എഗ്ഗും ഒക്കെ ഉണ്ടാക്കി അവർ കഴിക്കുന്നു. അവർ സെപ്പറേറ്റ് കഴിച്ചു. അവർ ഇഡ്ഡലിയൊന്നും കഴിച്ചില്ല, ഞങ്ങൾ മാത്രമാണ് കഴിച്ചത്. അങ്ങനെ അതിനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോൾ രാവിലെ ഒന്ന് മസ്കോക്കയിൽ ഒരു സൈറ്റ് സീനൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ, കുട്ടികൾ പോകുന്നില്ല. അവർ കുളിക്കാൻ ലേക്കിൽ ഇറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാത്രം എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് അവിടെയൊക്കെ കാണാമെന്ന് വെച്ചു. ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ ഇങ്ങനെ കാറിലിരുന്നുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ കണ്ട്, രണ്ട് സൈഡിലും ലേക്കാണ് കേട്ടോ. ആ ലേക്കിൻ്റെ ഓരോ സൈഡിലും വീടുകളും കോട്ടേജും. ഇതിപ്പോൾ ഡൗൺ ടൗൺ ആണ് കേട്ടോ, ഡൗൺ ടൗണിൽ കൂടെ പോവുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനും സിസ്റ്ററും ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. മറ്റുള്ളവർ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ കണ്ടു. അപ്പോൾ പോണ വഴി നോക്കിയപ്പോൾ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ അവിടെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും അവരുടെ ഫാമിലുണ്ടാക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കുറേ സാധനങ്ങളും അവർ മെയ്ഡ് ചെയ്ത കുറേ സാധനങ്ങളുടെ ഒരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഒന്ന് ഇറങ്ങി വെറുതെ ഒന്ന് കാണാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടെൻറ്റ് പോലെ അടിച്ചിട്ടാണ് അവർ വിൽക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല വിലയുണ്ട് കേട്ടോ എല്ലാത്തിനും. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം ഓരോന്നൊക്കെ നോക്കി നടന്നപ്പോൾ കുറേ കട്ടിംഗ് ബോർഡ്സും തടിയില കുറേ ഇങ്ങനെ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കട്ടിംഗ് ബോർഡ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ വിലയൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വില നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അപ്പോഴേ സ്പീഡിൽ അങ്ങോട്ട് ഞങ്ങളങ്ങ് നടന്നു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് $300 എന്തോ ആണ് കേട്ടോ. അത് ഈ കാണുന്ന കട്ടിംഗ് ബോർഡാണ്, $300 എഴുതി വെച്ചേക്കുന്നത്. ഞാൻ 30 ആദ്യം കണ്ടത്, പിന്നെ അടുത്ത് നോക്കിയപ്പോൾ 300. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും കാറിൽ കയറി വെറുതെ ഇങ്ങനെ സൈറ്റ് സീഡ് കാണാനൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീടുകളുടെ ബാക്കിലും ലേക്കാണ്. അപ്പോൾ ഈ എല്ലാ വീട്ടുകാർക്കും ബോട്ടുണ്ട്, അവരുടേതായ പ്രൈവറ്റ് ബോട്ടുകളുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ഒരു ബോട്ട് ജെട്ടി പോലെ ഇങ്ങനെ ലേക്കിലോട്ട് ഇറക്കി അവർ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കാർ ഷെഡ് കിട്ടുന്ന പോലെ അവർക്ക് ബോട്ട് ഇടാൻ വേണ്ടി അവരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നോക്കിയപ്പോൾ ഞങ്ങളൊരു ബീച്ചിൽ വന്നു കേട്ടോ. പക്ഷേ ബീച്ചിൽ ഇറങ്ങിയൊന്നുമില്ല, നല്ലൊരു ബീച്ചായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് ബീച്ചിൽ ഇതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോഴത്തേക്ക് കുട്ടികളുടെ വിളി വന്നു, നിങ്ങൾ എപ്പോൾ വരുമെന്നും ചോദിച്ചുകൊണ്ട്. കാരണം അവർക്ക് വിശപ്പായി. അവരിത് ഇവിടെ കണ്ട കുളിക്കുന്നത്, അവർക്ക് വിശപ്പടിച്ചു. അങ്ങനെ വന്ന പാടെ തന്നെ ഹാംപ്ടൺ ബർഗർ ഉണ്ടാക്കാൻ പോയി. ചേച്ചിയുടെ ഹസ്ബൻഡ് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് വിശക്കുന്നെന്ന്. അങ്ങനെ അവർക്കുള്ള ഫുഡ് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നേരം ഞാനും പിന്നെ അടുത്ത് വന്ന് കുട്ടികൾ പിന്നെ സ്വിമ്മിങ്ങിന് പോണതും കയാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രീ ആണ് ഇവിടെ നമ്മൾ താമസിക്കുന്നവർക്ക് വേണ്ടി ഉള്ള കയാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഈ വെള്ളത്തിൽ നിന്ന് കയറത്തില്ല കേട്ടോ, ഒരു വിധത്തിലാണ്. പിന്നെ ഒരുപാട് വരും, കഴിക്കും, വീണ്ടും വെള്ളത്തിലോട്ട് ചാടും, അങ്ങനെയായിരുന്നു. അങ്ങനെ കുറേ നേരം ആയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും കുറേ നേരം കയാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെയും വന്ന് വിളിച്ചായിരുന്നു ഒന്ന് വന്ന് കയാക്കിംഗ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനും പിന്നെ വിചാരിച്ചു എന്നാൽ ഒന്ന് കയറിക്കളാം. പക്ഷേ എനിക്ക് ഇച്ചിരി പേടിയാണ്, ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ കയറാൻ കുറച്ച് പേടിയാണ്. എങ്കിലും എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് കയറാൻ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ഒന്ന് പതുക്കെ ഒന്ന് പോയി അപ്പോഴേ തന്നെ തിരിച്ചു വന്നു. എനിക്ക് പേടി, കാരണം ഇത് മറിയോ എന്നുള്ള പേടിയാട്ടോ. എനിക്ക് ചിലപ്പം ഇതിലൊന്നും കയറി ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്ക് പേടി കാരണമാണ് ഞാൻ കയറത്തില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അങ്ങനെ അതേ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം
കുറേ നേരം നല്ല നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. അപ്പം മുകളിൽ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഈ കോട്ടേജ് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പുണ്ട് താഴോട്ട് ലേക്കിലോട്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ, അതുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത. പിന്നെ ഇത് മറ്റേ നമ്മുടെ സോനയാണ്. അപ്പം കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇതിലിരിക്കാം. നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ കുളിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് എടുക്കുമ്പം. അങ്ങനെ പിള്ളേർ വിശന്ന് തളർന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ഹാംസ്റ്റേട്ട് എന്തായാലും എല്ലാവർക്കും ബർഗറൊക്കെ ഉണ്ടാക്കി. അപ്പം എല്ലാവരും അതാണ് കഴിച്ചത്. അങ്ങനെ ഉച്ചക്കലത്തെ ലഞ്ചായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം ഉച്ചക്കലത്തെ ലഞ്ച് അങ്ങനെ അടിപൊളിയായിട്ട് അതും സോസേജും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കുട്ടികളെല്ലാം കൂടെ ഇവിടുത്തെ ബാൽക്കണിയിലെ സ്വിമ്മിങ് പൂളിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങിക്കളയാമെന്ന് വെച്ചു. കാരണം നല്ല ഹോട്ട് വാട്ടറാണ് കേട്ടോ. അങ്ങനെ ഞാനും ചാടി ഇറങ്ങി കുറേ നേരം വെള്ളത്തിലൊക്കെ കിടന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വൈകിട്ടല്ല സന്ധ്യയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിന്നറിന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ബോസ്റ്റൺ പിസയിലോട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോസ്റ്റൺ പിസയാണ് ലേറ്റായിട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഒരു ലേക്കാണ് കേട്ടോ. ഇവിടെ ഫുൾ ലേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ലൊരു സൺസെറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും അതാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു സൺസെറ്റ്. അങ്ങനെ അതുമൊക്കെ അതിന് ശേഷം പതുക്കെ ബോസ്റ്റൺ പിസയിൽ കയറി. അപ്പോൾ മാച്ച് കാണുന്നതാണ് മെയിനായിട്ടും. മാച്ച് കാണാൻ വേണ്ടിയും കൂടിയാണ് ഈ ബോസ്റ്റൺ പിസ തന്നെ തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സൺസെറ്റിൻ്റെ ഒരു വ്യൂ കണ്ട. അതിൻ്റെ ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യൂസ് എല്ലാം ഞാൻ ഇതിലോട്ട് എടുത്തിട്ടതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഇവിടെ എല്ലായിടവും TV വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്നവർക്ക് ഓപ്പോസിറ്റും ഇങ്ങോട്ടിരിക്കുന്നവർക്ക് തിരിച്ചും ഒക്കെ ഫുൾ TV ആണ്. അപ്പോൾ എല്ലാവരും മാച്ച് കാണാനും കൂടിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം കൊടുത്തു. അങ്ങനെ അതെല്ലാം വന്നു. അങ്ങനെ അപ്പോൾ ബോസ്റ്റൺ പിസ ആണെങ്കിലും പിസ മാത്രമല്ല അവിടെ വേറെയും വെറൈറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നോക്കിയപ്പോഴത്തേക്കും സർപ്രൈസായിട്ട് ഈ പുള്ളി ഒരു ഐസിങ് കേക്കുമായിട്ട് വന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 28-ന്. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞില്ല. അപ്പോൾ ഡെസേർട്ട് വരാൻ ലേറ്റായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഡെസേർട്ട് വരില്ല എന്ന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഒരു ഐസിങ് കേക്കുമായിട്ട് പുള്ളി കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റേത് ജൂൺ 28-നായിരുന്നു. അപ്പോൾ അന്ന് ആയിരുന്നു നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ അപ്പോൾ അത് ഒരു ചെറിയൊരു സന്തോഷം. അങ്ങനെ ഐസിങ് കേക്ക് എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്തു. ചെറിയൊരു ഐസിങ് കേക്കാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ അതെല്ലാവർക്കും കൂടെ കൊടുത്തു. അപ്പോൾ ഈ കൊണ്ടുവന്ന് തന്ന പുള്ളിയുടെ ഗേൾ ഫ്രണ്ടിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ അവരും വന്ന് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം പിന്നെ അതിന് ശേഷം പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ 12 o'clock ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കുട്ടികൾ. കാരണം 28th ആവാൻ 27th അന്ന് ആയിരുന്നു കേട്ടോ. 27th മിഡ്നൈറ്റിൽ. അപ്പം 12 o'clock കഴിഞ്ഞപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ അതൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങി. ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വരുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ 3 ദിവസം അവിടെ ഫ്രൈഡേ പോയി സൺഡേ ഞങ്ങൾ വന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെ അതിൽ കൂടുതൽ നിൽക്കാനുള്ള സമയമൊന്നുമില്ല. എല്ലാവരെയും ഓഫൊക്കെ എടുത്താണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഒരു ചെറിയൊരു ഒരു 3 ദിവസത്തെ ഒരു ട്രിപ്പ്, ചെറിയൊരു ട്രിപ്പ് ഒന്ന് ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി പോയതാണ്. അങ്ങനെ ഒരു കോട്ടേജ് ട്രിപ്പ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ ആണ് ദെൻ. ബൈ ആൻഡ് ടേക്ക് കെയർ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.